കിൽമർ അബ്രിഗോർ ഗാർസിയ 28-29 വയസ്സുള്ള ഒരു യുവാവാണ്. അദ്ദേഹം ഒരു രാജ്യം പോലെയാണ്. അമേരിക്ക ഒരു യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിനെതിരെ. ഭയങ്കരം തന്നെയാണ്. ഒരു വ്യക്തിക്കെതിരെ അമേരിക്ക പോലൊരു മഹാരാജ്യം യുദ്ധം നടത്തുന്നു എന്ന് പറഞ്ഞാൽ അതിഭയങ്കരമായ ഒരു കാര്യമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. സംഗതി ഇത്രയേ ഉള്ളൂ. ഇവിടെ നിന്ന്, അതായത് ട്രംപ് പ്രഖ്യാപിച്ച 1798 ശത്രു നിയമം, എനിമീസ് ആക്ട്, അതായത് ആരെയും പിടിച്ച് അകത്താക്കാം, പുറത്താക്കാം, ഇങ്ങനെയൊക്കെയുള്ള ആ നിയമം ശത്രുക്കളെ നേരിടുന്നതിന് വേണ്ടി യുദ്ധകാലത്ത് ഉപയോഗിക്കേണ്ട ഒരു നിയമമാണ്. ആ നിയമം ഉപയോഗിച്ച് ഈ വെനസ്വേലൻ ഗാങ് ട്രെൻ ഡി അരഗ്വ അവരെ ഭീകരവാദികളായിട്ട് ശത്രുക്കളായിട്ട് പ്രഖ്യാപിച്ച് അവരെ നാട് കടത്തുന്നു. എൽ സാൽവദോറിലെ അതിക്രൂരമായ ജയിലിലേക്ക് നാട് കടത്തുന്നത് എന്തൊരു അഭിമാനകരമാണെന്ന് മനസ്സിലാവുന്നില്ല. 100 പേരും മറ്റുമാണ് ഒരു റൂമിൽ, ഒരു മുറിയിൽ 100 പേര് കിടക്കുക എന്ന് പറഞ്ഞാൽ അതിൽ പരം ക്രൂരത എന്താണുള്ളത്? 23.5 മണിക്കൂർ അതിൻ്റെ അകത്ത് കിടക്കണം. അരമണിക്കൂർ അവരെ പുറത്തിറക്കി വിടും ഒരു ദിവസം. അതാണ് അവർക്ക് കിട്ടുന്ന ശിക്ഷ. അപ്പോൾ അത് കോടതിയൊക്കെ വിധിച്ചിട്ടാണ് സാധാരണ നിലയിൽ ഇങ്ങനെ ജയിലിലേക്കൊക്കെ അയക്കുന്നത്. ഇതിപ്പോൾ കോടതി വിധിയൊന്നുമില്ല, സർക്കാർ തീരുമാനിച്ചു, സർക്കാർ അങ്ങ് അയച്ചു. അതും അന്യരാജ്യത്തെ ഒരു ജയിലിലേക്ക് അയച്ചു. അതിലെ നിയമം എന്താണെന്നും വ്യക്തമാകുന്നില്ല. അപ്പോൾ എങ്ങനെയായാലും ഇങ്ങനെ അയച്ച ആദ്യത്തെ ബാച്ചിൽ അതിൽപ്പെട്ട ഒരാളായിരുന്നു ഈ കിൽമർ അബ്രിഗോ ഗാർഷിയ. അപ്പോൾ ഇയാളെ എൽ സാൽവദോറുകാരൻ തന്നെയാണ്. അപ്പോൾ ഇയാളെ പുറത്താക്കരുത് എന്ന് പറഞ്ഞ് 2019 ഒരു കോടതി വിധി ഉണ്ടായിരുന്നു. കോടതിയുടെ ഒരു ഉത്തരവുണ്ടായിരുന്നു, ഇമിഗ്രേഷൻ കോടതിയുടെ. കാരണം അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇയാളെ പീഡിപ്പിക്കും. ആ രാജ്യത്ത് ചെന്ന് കഴിഞ്ഞാൽ അതുകൊണ്ട് ഇയാളെ തിരിച്ചയക്കരുത്. ഇയാൾ ഇല്ലീഗലായിട്ട് വന്നതാണ്. വന്നതിന് ശേഷം പിന്നീട് ഇങ്ങനെ ഉള്ള ചില നിയമത്തിൻ്റെ ആനുകൂല്യങ്ങൾ പരോൾ പോലെയുള്ള ഇങ്ങനെ ആനുകൂല്യത്തിൽ നിൽക്കുകയായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഒരു അമേരിക്കൻ പൗരത്വമുള്ള സ്ത്രീയെ വിവാഹം ചെയ്തു. 1-2 കുട്ടികളുമുണ്ട്. അപ്പോൾ ആ കുട്ടി ഭാര്യയെ 2020 മർദ്ദിച്ചതിനൊക്കെ ഇയാൾക്കെതിരെ കേസുണ്ടായിരുന്നാണ് പറയുന്നത്. പക്ഷേ ഇയാൾക്ക് വേണ്ടി വാദിക്കാൻ വേണ്ടി ഭാര്യയാണ് ഇപ്പോൾ സജീവമായിട്ട് രംഗത്തുള്ളത്. അപ്പോൾ എന്തായാലും ഇയാളെ വിട്ടത് തെറ്റായിപ്പോയെന്ന് ഭരണകൂടം തന്നെ അംഗീകരിക്കുന്നുണ്ട്.